എൻ്റെ ഹാപ്പി സോൺ ടീം ട്രെയിനിങ്ങിൽ വന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഗവൺമെന്റ് അധ്യാപകനാണ്. എയ്ഡഡ് അല്ല, ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹം അതിന് തൊട്ടു മുമ്പത്തെ വർഷം ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അവിടെ എപ്പോഴും ഗവൺമെന്റ് കേസും കുലുമാലുകളും ഒക്കെ നിരന്തരം വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ജോലിയിൽ സ്വസ്ഥത ഇല്ലാത്തത് കൊണ്ട് ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയത് അതിനേക്കാൾ പ്രയാസമുള്ള മറ്റൊരു തീരദേശ പ്രദേശത്തെ SSLC സ്കൂളായിരുന്നു കിട്ടിയത്. അദ്ദേഹം ഈ ട്രാൻസ്ഫർ ആപ്ലിക്കേഷന്റെ പ്രൊസീജിയേഴ്സും എല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുമ്പോഴേക്ക് ഡിവിഷൻ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞും പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും മോശം ഡിവിഷൻ കിട്ടുകയും ചെയ്തു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന്റെ സബ്ജക്ട് മാത്തമാറ്റിക്സും ആണ്. ഇവിടെ അടുത്തുള്ളൊരു ഉസ്താദ് പറഞ്ഞിരുന്നു, വളവും ആകുക കയറ്റവും ആകുക, അപ്പൊ പിന്നെ അതിന്റെ ഒരു സുഖം ഒന്ന് വേറെയാണല്ലോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അദ്ദേഹം ഭംഗിയായി വിജയിച്ചു. പക്ഷെ ആ വർഷാവസാനമാകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാ വിഷയത്തിലും ഞാൻ വിജയിച്ചു. സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ക്ലാസ് റൂമിൽ പോകുന്നത് വടിയായിട്ടാണ്, ഞാൻ ഇന്ന് വരെ വടി കൊണ്ടുപോയിട്ടില്ല. എല്ലാ സബ്ജക്റ്റിലും ഭൂരിഭാഗം വിദ്യാർത്ഥികളും പരാജയപ്പെടാറുള്ളത് എന്റെ ക്ലാസ്സിലെ കുട്ടികൾ താരതമ്യേന മാർക്ക് കൂടുതലാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിഷയം മാത്തമാറ്റിക്സും ആണ്. പക്ഷെ ഒരു കേസിൽ മാത്രം ഞാൻ പരാജയപ്പെട്ടു. ഒരു കുട്ടി, ആ കുട്ടി സ്ഥിരമായി പലപ്പോഴായി പോലീസ് കേസിൽ പിടിക്കപ്പെടാറുള്ള കുട്ടിയാണ്. ആ കുട്ടി ലഹരിയുടെ കരിയറായി പലപ്പോഴായി പിടിക്കപ്പെടുന്നുണ്ട്. മോഷണ കേസിൽ പോലീസ് കേസിൽ പിടിക്കപ്പെടാറുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളിൽ പിതാവ് ബസ് കണ്ടക്ടറാണ്, സ്ഥിരമായി മദ്യപാനിയുമാണ്. ഇത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ആ രക്ഷിതാക്കളെ ഒരു തവണ ബന്ധപ്പെട്ടപ്പോൾ അവർ ഹാപ്പി സോണിന്റെ ട്രെയിനിങ് സെന്ററിൽ വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഹാപ്പി സോണിന്റെ ട്രെയിനിങ്ങുകളിലെ ഒരു മേജർ മാസ്റ്റർ പീസ് ട്രെയിനിങ് ആണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്, ഷോർട്ട് ലെറ്റ് എന്ന് പറയും. അപ്പോ അതിലേക്ക് ഈ രക്ഷിതാവിനെ വിളിച്ചു. രക്ഷിതാവ് വന്ന സമയത്ത് തുടക്കം ഈ വിവരണങ്ങളെല്ലാം കൂടെ കേട്ടപ്പോൾ ഞാനും ഒന്ന് സ്തബ്ധനായി. ഇതെവിടെ തുടങ്ങും, എവിടെ എത്തിക്കും? പക്ഷേ ഞാൻ ആ രക്ഷിതാവിന് ഡയറക്ഷൻ കൊടുത്തു. എൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുത്തു. ഞാൻ ഡയറക്ഷൻ കൊടുത്തു. 3-ാമത്തെയോ 4-ാമത്തെയോ ആഴ്ചയായപ്പോ അവർ എന്നോടൊരു ദിവസം ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. ഭർത്താവ് സ്ഥിരമായി മദ്യപാനി, മകനാണെങ്കിൽ വല്ലപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പൊട്ടിത്തെറി മാത്രം. ഈ മകനുമായി ഒത്ത് എങ്ങനെ പോകും, ഈ ഫാമിലിയുമായി ഒത്തിട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ജീവിതമായിരുന്നു. പക്ഷേ അവിടെ വന്നതിന് ശേഷം ദിവസങ്ങൾക്കകം എൻ്റെ മകനിൽ മാറ്റം വന്നു. എൻ്റെ മകൻ പഠിക്കാൻ തുടങ്ങി, എന്നോട് ശാന്തമായി സംസാരിക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ അവൻ മോഡൽ എക്സാമിന്റെ സമയമായപ്പോൾ കൃത്യമായി എല്ലാം പഠിക്കുന്നു. ഇന്നൊരു സംഭവം ഉണ്ടായി, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാണ് അവർ വിളിക്കുന്നത്. എന്താ കാരണം? സ്കൂളിലേക്ക് നേരത്തെ പോയ മോൻ, അവൻ ടീച്ചർ എത്തുന്നതിൻ്റെയും സമയങ്ങൾ വളരെ മുമ്പ് തന്നെ ക്ലാസ്സിലെത്തുന്നു. ക്ലാസ്സിൽ ടീച്ചർ എത്താത്തത് കൊണ്ട് യൂറിനൈസ് ചെയ്യാൻ വേണ്ടി പുറത്തു പോകുന്നു. മൂത്രയിക്കാൻ വേണ്ടി പുറത്തുപോയ കുട്ടി തിരിച്ചു വരുമ്പോൾ ടീച്ചർ ക്ലാസ് റൂമിലുണ്ട്. ഇവൻ കവാടത്തിലെത്തിയപ്പോ, വാതിൽക്കലെത്തിയപ്പോ മറ്റൊരു കുട്ടി കൂടി ഒന്നിച്ചു വന്നു. ടീച്ചറുടെ ദൃഷ്ടിയിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചു വരികയാണ്. രണ്ടുപേരെയും പുറത്താക്കിയെന്ന് മാത്രമല്ല, ഹെഡ് മാസ്റ്റർ റിപ്പോർട്ട് ചെയ്തു, ഇവരെ ഒരു കാരണവശാലും ക്ലാസ്സിലേക്ക് അയക്കാൻ പാടില്ല. ഹെഡ് മാസ്റ്റർക്ക് നേരത്തെ തന്നെ ഇവന്റെ കഥ അറിയാവുന്നത് കൊണ്ട് പൂർവ്വകാല അടിസ്ഥാനത്തിൽ തന്നെ പുറത്താക്കുകയും ചെയ്തു. ഈ മാതാവിനെ വിളിച്ചിട്ട് ഹെഡ് മാസ്റ്റർ പറയുന്നു, ഇനി സ്കൂളിലേക്ക് അയക്കാൻ പാടില്ല. ഈ മാതാവ് എന്നോട് ചോദിക്കുന്നത്, ഇവൻ വീട്ടിൽ വന്നതിന് ശേഷം ചോദിക്കുന്നത്, നമ്മളെ നന്നാകാൻ ആരും സമ്മതിക്കുകയില്ലേ എന്നാണ്. കാരണം ഇത്രയും ദിവസം പഠനത്തിൽ സജീവമാവുകയും അനാവശ്യമായ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുകയും ഇന്ന് പോലും ക്ലാസ്സിൽ നേരത്തെ എത്തുകയും
യൂറിനൈസ് ചെയ്യുക എന്ന് പറയുന്ന പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി മാത്രം ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാത്ത സമയത്ത് പുറത്തു പോയതിന്റെ പേരിൽ കുട്ടി പുറത്താക്കപ്പെടുന്നു. ഈ മാതാവ് പറയുന്നത് നേരത്തെ ആയിരുന്നെങ്കിൽ അവൻ എങ്ങനെ ഡീൽ ചെയ്യുമെന്നുള്ളത് അവൻ എന്നെ സമീപിക്കുകയില്ല, അവൻ സ്വയം ഡീൽ ചെയ്യും, അവൻ അറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഇന്നവൻ ശാന്തനാണ്, അവൻ ഒന്നും ചെയ്യാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ എന്തു പറയണം? ഞാൻ അദ്ദേഹത്തോട് വീണ്ടും അദ്ദേഹത്തിന് ഫോളോ അപ്പ് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞു, 1.5 ആഴ്ച കഴിഞ്ഞു, ഹെഡ് മാസ്റ്റർ വിളിച്ചു കുട്ടിയെ തിരിച്ചെടുക്കാൻ. ചെന്നപ്പോ ഇവനൊന്നും അറിയില്ല എന്ന് ബോധ്യപ്പെടുത്താൻ പഠിക്കണമെന്ന് നിർദ്ദേശിക്കാൻ വേണ്ടി 4-5 ചോദ്യങ്ങൾ ചോദിച്ചു. ചോദിച്ച എല്ലാറ്റിനും ഇവൻ ആൻസർ പറഞ്ഞു. ഈ ഹെഡ് മാസ്റ്റർ ചോദിച്ചു, ഇവൻ എപ്പോഴാ പഠിക്കാൻ തുടങ്ങിയത്? ഉണ്ടായ സംഭവങ്ങളൊക്കെ മാതാവ് ഈ ഹെഡ് മാസ്റ്ററോട് സംസാരിച്ചു. ഈ 3 സാമ്പിൾ ഞാൻ മുന്നിൽ വെച്ചത് എന്തിനാണെന്നറിയാം? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിൽ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്കാവസ്ഥയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നും അതിനൊരു പരിഹാരമാർഗം ഉണ്ടായിരുന്നു എന്നും നമ്മുടെ അവയർനെസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ 3 സംഭവം മുന്നിൽ വെച്ച് സംസാരിക്കുന്നത്. ഈ 3 ഒരു സാമ്പിൾ മാത്രമാണ്. ആയിരക്കണക്കിന് കേസ് സ്റ്റഡീസുകളുടെ കൂട്ടത്തിലെ ചെറിയ സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. എനിക്ക് പറയാനുള്ളത്, വിദ്യാർത്ഥി എന്ന് പറയുന്നത് പ്രഥമ ദൃഷ്ടിയ ഏതൊരു മനുഷ്യക്കുഞ്ഞും നന്മയുള്ളവരാണ്. ഏതൊരു മനുഷ്യക്കുഞ്ഞിന്റെയും ആഗ്രഹം നന്നാവാനാണ്. ഏതൊരു മനുഷ്യക്കുഞ്ഞിന്റെയും ആഗ്രഹം പഠിച്ചു ഉന്നതങ്ങളിലെത്താനാണ്. ഒരു കുട്ടിക്ക് അങ്ങനെ ആഗ്രഹം വരാതിരിക്കുന്നുണ്ട് എങ്കിൽ അത് നാം മുതിർന്നവരുടെ സൃഷ്ടിയാണ്. ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാണ്. ജസ്റ്റ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു ബ്ലെയിമിംഗ് ആയിട്ട് കേൾക്കരുത്, ഒരു സാധ്യതയായിട്ട് മാത്രം കേൾക്കണമെന്ന റിക്വസ്റ്റോട് കൂടെയാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ നാട് ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതി, ഇപ്പോഴുള്ള സാമൂഹിക സ്ഥിതി തുടരാനുള്ള കാരണം വിദ്യാഭ്യാസ പ്രക്രിയയാണ്. ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ അതിന് കഴിയുന്നവരാണ് നാം. നമ്മുടെ ഒന്നിച്ചുള്ള ഒരു ശ്രമം നടക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ നാളെ എന്നത് ഒരു സൗരഭ്യമുള്ള, വിശാല സാധ്യതകളുള്ള ഉയർന്ന ഒരു തലങ്ങളിലേക്ക് വരും എന്നത് വലിയൊരു സത്യമാണ്. 13 വയസ്സുകാരനെ മാദിനിന്റെ മീഡിയ അടക്കം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് അഭിനന്ദിച്ചത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. 2ാം ക്ലാസ് മാത്രം പ്രാഥമിക ദൈനംദിന സ്വഭാവത്തോടുകൂടെ സ്കൂൾ നേടിയിരുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി നേടിയ നേട്ടവും ആ നേട്ടം നേടാൻ സഞ്ചരിച്ച സഞ്ചാര പദങ്ങളും മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു സത്യമാണ്, ഏതൊരു വിദ്യാർത്ഥിയിലും ഇങ്ങനെ ഒരു അന്തർധാരയുണ്ട്. ഈ അന്തർധാര സജീവമാക്കാൻ മുൻധാരണയില്ലാതെ എവ്രിവൺ ഈസ് യുണീക്ക്. ഓരോ കുട്ടിയും അജീബാണ്, അത്ഭുതകരമായ സിദ്ധികളുള്ളവരാണ്. ഇന്ന് രാവിലെ എൻ്റെ അടുത്തൊരു 19 വയസ്സുകാരൻ വന്നു. 3 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് കഴിഞ്ഞവനാണവൻ. ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചു. ആ കുട്ടി പറയുന്നത് വികൃതമായ തലമുടിയും വികൃതമായ ഒരുതരം അലസമായ ഡ്രസ്സും അതുപോലുള്ള ഒരു മുഖഭാവവുമാണ് ആ കുട്ടിയുടേത്. ആ കുട്ടിയോട് സംസാരിച്ചപ്പോ കുട്ടിയും പാരന്റും കാര്യമായി പറഞ്ഞ വിഷയം, SSLC എഴുതിയിരിക്കുന്നത് സ്ക്രൈബ് ഉപയോഗിച്ചിട്ടാണ്, +1 +2 എഴുതിയതും സ്ക്രൈബ് ഉപയോഗിച്ചിട്ടാണ്. പ്രാഥമികമായ ഏതാനും ക്ലാസ്സുകൾ മാത്രമേ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളൂ. പ്രധാനപ്പെട്ട പല ക്ലാസ്സുകളും കുട്ടിക്ക് നേടാൻ പറ്റിയിട്ടില്ല. കുട്ടി സംസാരിച്ച 10 മിനിറ്റ് സംസാരത്തിനിടയിൽ എന്റെ അനുഭവങ്ങളുടെ പിൻബലത്തിൽ ഞാൻ വായിച്ച ഒരു വരികൾ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന ആ വിദ്യാഭ്യാസദാതാക്കളുടെ അപര്യാപ്തതയാണ്. ആ അപര്യാപ്തത ഓർക്കുമ്പോൾ നീറുന്ന ഒരു മനസ്സ് മനുഷ്യൻ എന്ന നിലയിൽ നാം അനുഭവിക്കാൻ നിർബന്ധിതരാകുന്നു. ഇങ്ങനെയുള്ള അനേകം മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അവരങ്ങനെയാകുന്നത്
വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു കാഴ്ചപ്പാടിലെ വ്യത്യാസമാണ്. ആ കാഴ്ചപ്പാടാണ് ഞാൻ ആദ്യം സ്ഥാപിച്ചത്. വിദ്യാർത്ഥിക്ക് നമ്മുടെ ക്യാമ്പസിൽ വന്നാൽ ആ വിദ്യാർത്ഥിക്ക് സന്തോഷപൂർവ്വം വിദ്യാഭ്യാസം നൽകുക എന്ന ഒരു കൺസെപ്റ്റ് അത് സ്ഥാപിക്കാൻ നമുക്ക് പറ്റിയാൽ അവിടെ നിന്ന് അങ്ങോട്ട് അധ്യായങ്ങൾ ഒന്നൊന്നായി ഓപ്പൺ ആകുന്നത് കാണാം. പകരം വിദ്യാഭ്യാസം എന്നത് കഠിനമായ ഒരു പ്രക്രിയയാണ് എന്നും അത് കഴിവും പ്രാപ്തിയുള്ള ചിലർക്ക് പറഞ്ഞതാണ് എന്നും ചിലരൊക്കെ ഈ വിദ്യാഭ്യാസ പ്രക്രിയയുടെ പുറത്തു പോകാനുള്ളവരാണ് എന്നും നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭീകരമായ ചില അധ്യായങ്ങൾ ഇതുപോലെ തുറക്കപ്പെടുന്നു.